എന്താണ് ഓപ്ഷൻ ട്രേഡിംഗ്? സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ് ഓപ്ഷൻ ട്രേഡിംഗ്. ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പൈസ കളയുന്നതുമായിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആൻഡ് ആക്റ്റീവ് ട്രേഡേഴ്സ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഓപ്ഷൻ ട്രേഡിംഗ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കും എന്ത് ചെയ്യണം? ഓപ്ഷൻ ട്രേഡിംഗ് എന്താണെന്ന് പഠിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിൽ സക്സസ്ഫുള്ളി ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ സീരീസിൽ ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നു. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന ഈ ഒരു വീഡിയോ സീരീസിലെ 19ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് ട്രേഡ് ടോക്സ്. ഓപ്ഷൻ ട്രേഡിങ്ങിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. അതായത് ഫസ്റ്റ് വൺ ഇൻഡെക്സ് ഓപ്ഷൻ ട്രേഡിംഗ്, മറ്റൊന്ന് സ്റ്റോക്ക് ഓപ്ഷൻ ട്രേഡിംഗ്. ഇതിൻ്റെ അകത്ത് എല്ലാവരും കൂടുതലായിട്ട് ചെയ്യുന്നത് ഇൻഡെക്സ് ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡെക്സ് എന്തെല്ലാം ഇൻഡെക്സ് ആണ് എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. ഫസ്റ്റ് വൺ നിഫ്റ്റി, രണ്ടാമത് ബാങ്ക് നിഫ്റ്റി, മൂന്നാമത് ഫിൻ നിഫ്റ്റി. ഇത് മൂന്നുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്ഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ഓപ്ഷൻസ്. ഇനിയും ഇപ്പുറത്ത് നമുക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെ സ്റ്റോക്കിനാണോ ഫ്യൂച്ചേഴ്സ് ഉള്ളത് അതിനെല്ലാം ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും നമ്മൾ ഓപ്ഷൻസിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഓപ്ഷൻസിന് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കണം. ഫ്യൂച്ചറിനേക്കാളും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്കിങ്ങനെ പറയാം, ഓപ്ഷൻസ് കോൾ ഓപ്ഷൻ ഉണ്ട്, പുട്ട് ഓപ്ഷൻ ഉണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യണം, മാർക്കറ്റ് താഴത്തോട്ട് പോകുമ്പോൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണം. മാർക്കറ്റ് മുകളിൽ പോകുമ്പോൾ വേണമെങ്കിൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാം, മാർക്കറ്റ് താഴത്തോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം. യെസ്, എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നുമേ മനസ്സിലായിട്ടുണ്ടാവില്ല എന്നല്ലേ. യെസ്, നമുക്ക് എക്സാമ്പിൾസ് വഴിയായിട്ട് പഠിക്കാം. നിങ്ങൾ കാണുന്നത് പോലെ ഞാനിവിടെ ഒരു ഓപ്ഷന്റെ പേര് എഴുതി കാണിക്കുന്നുണ്ട്. നിഫ്റ്റി 18500 CE ഡിസംബർ 1. ഇങ്ങനെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇത് എന്തെല്ലാമാണ് എന്ന് നമുക്ക് ആദ്യമേ നോക്കാം. ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സോ ഒരു കോൺട്രാക്റ്റ് എപ്പോഴും ഒരു അണ്ടർലൈയിങ് അസറ്റ് ആണ്, എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. സോ ഇവിടെ ഒരു ഇൻഡെക്സിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ കാണുന്നത്. ഇത് അതിൻ്റെ പേരാണ്. ആ പേരിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫസ്റ്റ് വൺ നിഫ്റ്റി എന്നുള്ളതാണ്. നിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് മൂവ് ചെയ്യുന്നതനുസരിച്ച്, ഇൻഡെക്സ് എന്ന് പറയുന്ന നിഫ്റ്റി മൂവ് ചെയ്യുന്നതനുസരിച്ച് വില കൂടുകയും വില കുറയുകയും ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് നിഫ്റ്റി ഓപ്ഷൻ കോൺട്രാക്ട്. ഇതിൻ്റെ അകത്ത് നിഫ്റ്റി 18500 എന്ന് പറയുന്ന ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. ഈ നമ്പറിനെ നമ്മൾ സ്ട്രൈക്ക് എന്നാണ് വിളിക്കുക, സ്ട്രൈക്ക് പ്രൈസ് എന്നാണ് വിളിക്കുക. ഇതെന്താണെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതിനു മുൻപ് അടുത്ത എന്താണ്? CE കോൾ യൂറോപ്പ് അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. കോൾ ഓപ്ഷൻ. നമ്മൾ ആക്ച്വലി ഓപ്ഷൻസ് രണ്ട് ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് യൂറോപ്യൻ ഓപ്ഷൻസും, അല്ലെങ്കിൽ നമ്മൾ യൂറോപ്പ് ബേസ് ചെയ്തിട്ട് ആദ്യം ക്രിയേറ്റ് ചെയ്ത യൂറോപ്പ് ഓപ്ഷൻസും, അതുപോലെ തന്നെ US നിന്ന് US സ്റ്റൈലിലുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇന്ത്യയിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് യൂറോപ്യൻ സ്റ്റൈൽ ഓപ്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് CEനെ കോൾ യൂറോപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ US ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ അല്ല. നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നത് യൂറോപ്യൻ സ്റ്റൈലാണ്. അപ്പോൾ അതായത് ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പയറി ഡേ വരെ അതിന് വാലിഡിറ്റി ഉണ്ടാകും. അതിന് മുൻപ് അത് സെറ്റിൽമെന്റ് ആവില്ല എന്നാണ് ഞാൻ പറയുന്നത്. സെല്ല് ചെയ്യാനോ ബൈ ചെയ്യാനോ സാധിക്കില്ല എന്നല്ല, കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല. സോ അതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ട് നമുക്ക് അറിഞ്ഞിരിക്കണമെന്ന് പോലും ഇല്ല. ഇനിയിപ്പോൾ അമേരിക്കൻ കോൾ ആണെങ്കിലും യൂറോപ്യൻ കോൾ ആണെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാൻ അറിയുന്ന കാര്യങ്ങൾ സംസാരിക്കാം. സോ കോൾ ഓപ്ഷൻ എന്ന് അല്ലെങ്കിൽ PE എന്ന് എഴുതും നമ്മൾ, CE അല്ലെങ്കിൽ PE എന്ന് എഴുതും. ഒന്ന് കോൾ യൂറോപ്പും ഒന്ന് പുട്ട് യൂറോപ്പും. അപ്പോൾ ഈ കോൾ ഓപ്ഷൻ എന്താണ്, പുട്ട് ഓപ്ഷൻ എന്താണ് എന്ന് നമ്മൾ അറിയണം. അവസാനം നമ്മൾ എഴുതിയിരിക്കുകയാണ് ഡിസംബർ 1, അതായത് അതിൻ്റെ എക്സ്പയറി
പീരീഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പ്രധാനമായിട്ടും 2 ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഇൻഡെക്സിന്റെ ഓപ്ഷൻസ് ആണെങ്കിലും സ്റ്റോക്കിന്റെ ഓപ്ഷൻസ് ആണെങ്കിലും 2 ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? കോൾ ഓപ്ഷൻ, ദെൻ പുട്ട് ഓപ്ഷൻ, CE അല്ലെങ്കിൽ PE എന്ന് നമ്മൾ പറയും. കോൾ ഓപ്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ, അപ്സൈഡ് പോകുമ്പോൾ പ്രീമിയം കൂടുന്ന ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ് കോൾ ഓപ്ഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ അതിന്റെ വില കൂടുകയും മാർക്കറ്റ് താഴത്തോട്ട് വരുമ്പോൾ അതിന്റെ വില കുറയുകയും ചെയ്യും. ശരിയാണല്ലോ? കോൾ ഓപ്ഷൻ മാർക്കറ്റ് മുകളിൽ പോകുമ്പോൾ വില കൂടും, താഴെ വരുമ്പോൾ വില കുറയും. ഇനിയും ഈ കോൾ ഓപ്ഷൻ അവിടെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് മാർക്കറ്റ് താഴത്തോട്ട് വരുമ്പോൾ വില കൂടുകയും മാർക്കറ്റ് മുകളിലോട്ട് വരുമ്പോൾ വില കുറയുകയും ചെയ്യുന്നതാണ് പുട്ട് ഓപ്ഷൻ. അപ്പോൾ എങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യുമെന്ന് വളരെ സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് 2 ടൈപ്പ് ഓഫ് ട്രേഡ് ആണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഫസ്റ്റ് വൺ, കോൾ ഓപ്ഷനെ ബൈ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. കൺഫ്യൂഷൻ ആകണ്ട, ഇങ്ങനെ തന്നെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് വൺ, പുട്ട് ഓപ്ഷനെ ബൈ ചെയ്യാൻ സാധിക്കും. 2, കോൾ ഓപ്ഷനെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സിമ്പിൾ കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളെ അവതരിപ്പിച്ചത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇനി ഇതിൻ്റെ അകത്തും കോംപ്ലിക്കേഷൻസ് കൂടി വരുന്നുണ്ട്. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ കോളും പുട്ടും എന്താണെന്ന് പറഞ്ഞു. ഇനിയും എക്സ്പയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയാണ് സ്റ്റോക്ക് ഓപ്ഷൻസിലും ഇൻഡെക്സ് ഓപ്ഷനിലും പ്രധാനമായിട്ടുള്ള വ്യത്യാസം വരുന്നത്. സ്റ്റോക്ക് ഓപ്ഷൻസ് മാസത്തിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് എന്നാണോ ഫ്യൂച്ചർ ഉള്ളത് ആ ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാസം ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റോക്കിന്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കറണ്ട് മന്തിന് ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്, നെക്സ്റ്റ് മന്തിന് ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ഡിസംബർ ആണല്ലോ, അപ്പോൾ ഫെബ്രുവരിക്കും ഒരു കറണ്ട് ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. നേരെ ഇൻഡെക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് ഇൻഡെക്സ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ, വളരെ വോളിയം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പാർട്ടിസിപ്പൻസിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വ്യാഴാഴ്ച, എല്ലാ വീക്കിലി ഓപ്ഷൻസും ഇൻഡെക്സിൽ അവൈലബിൾ ആണ്. ഫ്യൂച്ചേഴ്സ് മന്ത്ലി മാത്രമേ ഉള്ളൂ, ബട്ട് ഓപ്ഷൻസ് എവരി വീക്ക് അവൈലബിൾ ആണ്. ഡിസംബർ 1-ാം തീയതി ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസംബർ 1 ഉള്ളപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസംബർ 8-ാം തീയതി ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അങ്ങനെ എങ്ങോട്ട് അടുത്ത 4 വർഷത്തേക്കുള്ള ഫുൾ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അടുത്തടുത്തുള്ള എല്ലാ ആഴ്ചത്തെയും ഓപ്ഷൻസ് ഓൾറെഡി ആക്ടിവേറ്റഡ് ആയിരിക്കും. പിന്നെ മന്ത്ലി ഓപ്ഷൻസ് ആക്ടിവേറ്റഡ് ആയിരിക്കും. കറണ്ട് മന്തും നെക്സ്റ്റ് മന്തും തേർഡ് മന്തും ഓപ്ഷൻസ് ഓൾറെഡി ആക്ടിവേറ്റഡ് ആയിരിക്കും. തേർഡ് മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് 6th മന്ത് ആയിരിക്കും. ഇയറിലെ 6ാമത്തെ മാസത്തെ മന്തായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡിസംബർ മന്തിലെ ഓപ്ഷൻസും ഇപ്പോഴേ നമുക്ക് ട്രേഡ് ചെയ്യാൻ അവൈലബിൾ ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 ഡിസംബറിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 2024 ഡിസംബറിന്റെ ഓപ്ഷനും കറന്റ്ലി അവൈലബിൾ ആണ്. 2025 ഡിസംബറിന്റെ ഓപ്ഷനും കറന്റ്ലി NSEയിൽ അവൈലബിൾ ആണ്. ഏതിന്റെ മാത്രം? നിഫ്റ്റി, അതായത് ഇൻഡെക്സ് ഓപ്ഷൻസിന്റെ മാത്രം. അവൈലബിൾ ആയിട്ട് കാര്യമില്ല, ഇതിൻ്റെ അകത്ത് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടായാൽ മാത്രമേ ഇതിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിന് നോക്കാൻ പറ്റുന്ന NSEയുടെ വെബ്സൈറ്റ്, ഓപ്ഷൻ ചെയിൻ ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുന്നതിന് മുൻപ് ഇനി നമ്മൾ വിട്ടുപോയ ഒരു കാര്യം കൂടി പഠിക്കണ്ടേ. എന്താണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് നമുക്ക് പഠിക്കണം. സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കോളും കുറേ പുട്ടുകളും ഉണ്ടെങ്കിൽ ഇതിനെ കൃത്യമായിട്ട് ഓരോ സ്ഥലത്ത് ബെറ്റ് വെക്കുന്നത് പോലെയാണ് ഓപ്ഷൻസ് എന്ന് നമ്മൾ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഏത് സ്ഥലത്ത് ബെറ്റ് വെക്കണം
എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ പറയുന്ന സ്ട്രൈക്ക് എന്നുള്ളത്. ഒരു ഓപ്ഷൻ ഞാനും നിങ്ങളും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാണ്, സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുന്നു. ഞാൻ പറയുകയാണ് സഞ്ജു സാംസൺ ഇന്ന് 50 റൺസ് പൂർത്തിയാക്കും. നിങ്ങൾ പറയുന്നു സഞ്ജു സാംസൺ 50 റൺ പൂർത്തിയാക്കില്ല എന്നുള്ളത്. അതെ, അവിടെ 50 എന്ന് പറയുന്ന ഒരു ബെറ്റിംഗ് നമ്പർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനും നിങ്ങളും ബെറ്റ് വെച്ച അതേ സമയത്ത് തന്നെ ഇവിടെ വേറെ 2 ആൾക്കാർ എക്സും വൈയും എന്ത് ചെയ്തിരിക്കുകയാണ്, സഞ്ജു സാംസൺ 100 റൺ അടിക്കുമോ എന്നുള്ള കാര്യത്തിൽ ബെറ്റ് വെച്ചിരിക്കുകയാണ്. ഇവിടെ എയും ബിയും അതുപോലെ തന്നെ സഞ്ജു സാംസൺ 25 റൺസ് അടിക്കുമോ എന്നുള്ള കാര്യത്തിൽ ബെറ്റ് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സെയിം ഇൻസിഡൻസ്, സെയിം ആൾക്കാർ, സെയിം മാച്ചിൽ സഞ്ജു സാംസൺ തന്നെയാണ് എല്ലാവരുടെയും അണ്ടർലൈങ് ആയിട്ടുള്ള അസറ്റ്. ബട്ട് എല്ലാവർക്കുടെയും ഓപ്ഷൻസ് വേറെയാണ്. നമ്മൾ രണ്ടാളും തമ്മിലുള്ള ഓപ്ഷൻസ് 50 ആണെങ്കിൽ എക്സും വൈയും തമ്മിലുള്ള ഓപ്ഷൻ 100 ആണ്, എയും ബിയും തമ്മിലുള്ള ഓപ്ഷൻ 25 ആണ്. ഇങ്ങനെ ഡിഫറെന്റ് ലെവലിലാണ് എല്ലാവരും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡിഫറെന്റ് ലെവലിനെ നമ്മൾ ഓപ്ഷൻസിൽ പറയുന്ന പേരാണ് സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളത്. അതായത് നമ്മൾ നിഫ്റ്റി വെച്ച് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 18,500 അടുത്തൊക്കെ തന്നെയാണ്. അപ്പോൾ 18,500 ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നവംബർ ലാസ്റ്റ് വീക്കാണ്. അപ്പോൾ കറണ്ട് പ്രൈസ് ആണ് നിഫ്റ്റിയുടെ 18,500 എന്ന് പറയുന്നത്. അപ്പോൾ 18,500 നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ 18,500 നമുക്ക് കോളും പുട്ടും അവൈലബിൾ ആണ്. ഒരു 50 പോയിന്റ് മുകളിൽ 18,550 കോളും പുട്ടും അവൈലബിൾ ആണ്. 18,600 കോളും പുട്ടും അവൈലബിൾ ആണ്. ഇങ്ങനെ താഴ്ത്തോട്ടും 50 പോയിന്റ് മുകളിലോട്ടും 50 പോയിന്റ് താഴ്ത്തോട്ടും നമുക്ക് കോളും പുട്ടും അവൈലബിൾ ആണ്. സോ ഈ സ്ട്രൈക്ക് പ്രൈസുകൾ പറയുന്നത് നമ്മുടെ അണ്ടർലൈങ് അസറ്റ് ഈ പ്രൈസിന്റെ അവിടെ വരെ എത്തുമോ. അതായത് 18,600 കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരു വ്യക്തി വിചാരിക്കുന്നത് എന്താണ്, ഇപ്പൊ ഇൻഡെക്സ് 18,500 നിൽക്കുന്നത്. ഓക്കെ, ഇനിയും നാളെ മൂവ് ചെയ്ത് ഈ ഇൻഡെക്സ് 18,600 മുകളിലോട്ട് പോകും എന്നാണ് ഈ ഒരു ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരാളുടെ മനസ്സിലുള്ള കാര്യം. സോ ഇത് ലൈവ് ട്രേഡിൽ ആക്ച്വൽ ട്രേഡൊക്കെ ചെയ്ത് ഞാൻ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നതാണ്. സോ ഉറപ്പായിട്ടും ഇതിന് വേണ്ടിയിട്ട് ഒരു Q&A സെക്ഷൻ കൂടി നമ്മൾ ചെയ്യാം. കാരണം ഓപ്ഷൻസ് വളരെ ഡിഫിക്കൽട്ട് ആണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ബട്ട് കുറച്ച് സമയമെടുത്ത് കുറച്ച് എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലാകുന്നതാണ്. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് എന്താണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി സ്ട്രൈക്ക് പ്രൈസ് വെച്ചിട്ട് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. കാരണം കുറേ കോളും ഉണ്ട്, കുറേ പുട്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വാരി വലിച്ച് കുറേ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കേണ്ടേ. ഉറപ്പായിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്താണ് ഔട്ട് ഓഫ് ദ മണി, എന്താണ് അറ്റ് ദ മണി, അതുപോലെ എന്താണ് ഇൻ ദ മണി എന്ന് പഠിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻഡെക്സ് ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യപ്പെടുന്നത് നിഫ്റ്റിയിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലുമാണ്. ഇപ്പോൾ കറണ്ട് റീസെന്റ് ടൈമുകളിൽ ഫിൻ നിഫ്റ്റിയിൽ അത്യാവശ്യം ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലായിടത്തുമുള്ള സ്ട്രൈക്ക് പ്രൈസുകൾ ഡിഫറെൻ്റ് ആണ്. ഞാൻ നിങ്ങൾക്കൊരു ഡ്യൂട്ടി തരികയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിഫ്റ്റിയിലെ സ്ട്രൈക്ക് പ്രൈസുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക, ബാങ്ക് നിഫ്റ്റിയിലെ സ്ട്രൈക്ക് പ്രൈസുകൾ ഏതെല്ലാമാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയിൽ സ്ട്രൈക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോന്നിൻ്റെയും സ്ട്രൈക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് വേരി ചെയ്തിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്കിലോട്ട് പോവുകയാണെങ്കിൽ എല്ലാ സ്റ്റോക്കിനും അവരുടേതായിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസുകളുണ്ട്. ഇപ്പം ചില സ്റ്റോക്കുകൾ തമ്മിൽ 10 പോയിന്റ് കൂടുമ്പോഴായിരിക്കും സ്ട്രൈക്ക് പ്രൈസുകൾ. ചില സ്റ്റോക്കിൽ 5 പോയിന്റ് കൂടുമ്പോൾ ഈ പറയുന്ന സ്ട്രൈക്ക് പ്രൈസുകൾ ഉണ്ടാകും. എല്ലാ സ്ട്രൈക്ക് പ്രൈസിലും കോളും പുട്ടും നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ രണ്ടാമതൊരു കാര്യം, ഇവിടെ നമുക്ക് കോള് ബൈ ചെയ്യാനും സാധിക്കും, കോള് സെല്ല് ചെയ്യാനും സാധിക്കും എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ഒരു ഓപ്ഷൻ ബൈ ചെയ്യാനും സാധിക്കും, ഒരു ഓപ്ഷൻ സെല്ല് ചെയ്യാനും സാധിക്കും. ഈ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന വ്യക്തിനെ നമ്മൾ ഓപ്ഷൻ റൈറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അവർക്ക് കുറേ പ്രിവിലേജസ് കൂടുതലുണ്ട് എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബൈ ചെയ്യുന്നത് നമ്മൾ ബയ്യർ എന്ന് നമ്മൾ നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബയ്യർക്കും കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, സെല്ലർക്കും കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഇത് എന്തെല്ലാമാണെന്ന് നമുക്കിനി നോക്കാം. ഒരു ബയ്യറിന് മാർക്കറ്റിൽ എപ്പോഴും ഒരു ലിമിറ്റഡ് റിസ്ക് മാത്രമേ ഉള്ളൂ. അവർ കൊടുക്കുന്ന ആ ടോക്കൺ എമൗണ്ടിനെ നമ്മൾ
പ്രീമിയം എന്നാണ് പറയുക. ഒരു ഓപ്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓപ്ഷൻ പ്രീമിയമാണ്. അപ്പോൾ ഈ ടോക്കൺ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പൃഥ്വിരാജിന്റെ ഇന്ത്യൻ റുപ്പി എന്ന സിനിമയിൽ ആ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പൃഥ്വിരാജ് ആദ്യം കൊടുത്ത ആ ഒരു 25 lakh rupees കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു മാസം കൊണ്ട് ബാക്കി 1 കോടി രൂപയായിട്ട് വരികയാണെങ്കിൽ ഈ ഫ്ലാറ്റ് കച്ചവടം ചെയ്യാനുള്ള എഗ്രിമെന്റിലോട്ട് പോകും. ഇല്ലെങ്കിൽ ആ 25 ലക്ഷം രൂപ ഗോപി എന്ന് നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ്. ആ 25 lakh rupees ആണ് ഇവിടെ ഈ പറയുന്ന പ്രീമിയം ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഓപ്ഷൻ വയ്ക്കുന്ന ബെറ്റ് പ്രൈസിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. ഈ പ്രീമിയത്തിലാണ് വേരിയേഷൻസ് ഉണ്ടാകുകയും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഈ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്തമാറ്റിക്സിൽ തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഒരു അക്കാദമിക് പർപ്പസ് ആയതുകൊണ്ട് ആ ഒരു ഇക്വേഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് നിങ്ങളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ആ ഇക്വേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. സോ ഒത്തിരി പാരാമീറ്റേഴ്സിനെ കുറിച്ച് പഠിച്ച് കൺഫ്യൂഷൻ അടിപ്പിക്കാനും ഞാൻ നിങ്ങളെ റെഡിയാക്കുന്നില്ല. പാരാമീറ്റേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുൻപ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഈ സീരീസിലല്ല, ഞാൻ 2 വർഷം മുൻപ് ചെയ്ത ഒരു സീരീസിൽ ഓപ്ഷൻസിൻ്റെ പാരാമീറ്റേഴ്സ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രീമിയം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബയ്യർ ആൻഡ് സെല്ലർ, ബയ്യറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഈ പ്രീമിയം എമൗണ്ട് മാത്രമേ ഒരു ബയ്യർക്ക് നഷ്ടപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് ബയ്യറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. സെല്ലറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെറിയ റിസ്ക് അല്ല എടുക്കുന്നത്, അൺലിമിറ്റഡ് റിസ്ക് ആണ് എടുക്കുന്നത്, അല്ലേ? കാരണം എത്ര പ്രൈസ് കൂടിയാലും ഒരു അൺലിമിറ്റഡ് പ്രോഫിറ്റ് ബയ്യറിനുണ്ടാകും. അപ്പോൾ സെല്ലറിന് അൺലിമിറ്റഡ് റിസ്ക് ആണ് ഉണ്ടാകുക. ബട്ട് ഇതെല്ലാം ഹെഡ്ജ് ചെയ്ത് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് എക്സാമ്പിൾസ് ഒന്നും പറഞ്ഞ് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ നിങ്ങൾ ഈ വീഡിയോയിൽ പഠിക്കേണ്ടത് ആവശ്യമുള്ളൂ. 4 ടൈപ്പിൽ നമുക്ക് ഓപ്ഷൻസിനെ ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം, അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാം. മാർക്കറ്റ് താഴത്തോട്ട് പോകുമ്പോൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം, അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം. ഇനി ഏത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യണം, ഏത് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യണം എന്നറിയണമെങ്കിൽ എന്താണ് സ്ട്രൈക്ക് പ്രൈസുകൾ, എന്തെല്ലാമാണ്, ഏത് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണം, ഒരു മൂവ്മെന്റ് 1000 പോയിന്റിന്റെ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഞാൻ ഏത് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണം, പോരാ ഏത് എക്സ്പയറിയിലെ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണം എന്നെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇന്ന് നിഫ്റ്റി 100 പോയിന്റ് മുകളിലോട്ട് പോകുമെന്ന് എനിക്ക് ഓൾറെഡി മനസ്സിലായെങ്കിൽ എനിക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? കറണ്ട് വീക്കിൻ്റെ തൊട്ടടുത്തുള്ള വീക്കിൻ്റെ കോൾ ഓപ്ഷനെ ബൈ ചെയ്യാം, ഇല്ല എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീക്കിൻ്റെ കോൾ ഓപ്ഷനെ ബൈ ചെയ്യാം, ഇല്ല നെക്സ്റ്റ് മന്തിൻ്റെ കോൾ ഓപ്ഷനെ ബൈ ചെയ്യാം. അപ്പോൾ ഇത് ഏതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് ഓപ്ഷനാണ് ബൈ ചെയ്യേണ്ടത്, ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഓപ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യാനും നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അതിനു മുൻപ് ഞാൻ നിങ്ങൾക്ക് തന്ന വർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അവസാനം വരെ വീഡിയോ കണ്ടിരുന്നതിൽ വലിയ ഒരു ഗഡ്സും പഠിക്കാനുള്ള താല്പര്യവും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന സ്റ്റോക്ക് ട്രേഡ് ടോക്സിൻ്റെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ച് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വളരെ ശക്തമായിട്ട് തിരിച്ചു വരാം. ATM, OTM, ITM നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഗുഡ് ബൈ.